ഇതിന്റെ ചേച്ചിയുടെ വീടാണേ. അവിടെ പിന്നെ ചേച്ചിയും അവരൊരു മകളും അരിയോളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഏതായാലും പഴയ തുണിയൊക്കെ ഉണ്ടാവും. ഞാൻ അപ്പുറത്തൊരു വീട്ടിൽ ഒറ്റയ്ക്കാ താമസം. അവിടെ പിന്നെ പെണ്ണുങ്ങളുടെ ഡ്രസ്സൊന്നും ഇല്ലല്ലോ. വാ എന്തായാലും മേടിച്ച. അതാ ഇതെന്താ പൂട്ടിയിരിക്കണേ? ഇവരിപ്പ അങ്ങടെ പോയി. തങ്കം തങ്കം എന്തോ ഇങ്ങോട്ട് വന്നേ. ജമന്തി എങ്ങടെ പോയി? അവള് സ്കൂളിൽ പോയി കൊച്ചിന്റെ. അയ്യോ ഇതാരാ? ഇത് വീട് ഈ വെള്ളപ്പൊക്കത്തിൽ പോയ ഒരു സ്ത്രീയാ. പഴയ തുണിയൊക്കെ ഉണ്ടോ ചോദിച്ചിട്ടുണ്ട് വന്നേക്കണ്. എന്റെ അടുത്ത് എവിടെ തുണി? ഞാൻ ഇവിടെ വല്ലതുണ്ടെങ്കിൽ മേടിച്ചു കൊടുക്കാച്ചിട്ട് വന്നാ. എന്റെ അടുത്ത് വല്ല പഴയ തുണി എന്തെങ്കിലും ഇരിക്കണ്ട? നൈറ്റ് എന്തെങ്കിലും മതിയോ? നൈറ്റ് മതിയാ? ഓ പാവടാ, അത് മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോളൂ. നിക്കട്ടാ എടുക്കട്ടെ. നോട്ടുണ്ടെങ്കിൽ ഇപ്പൊ എടുത്തു തരൂ കേട്ടാ. അല്ല കല്യാണം കഴിച്ചതാ? എന്ത് 3 വെറുതെ എല്ലാം അങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നത്. ആ പിന്നെ മേടിച്ചിട്ട് വേഗം അങ്ങോട്ട് പൊക്കോണം കേട്ടാ. തങ്കം മേടിച്ചു കൊടുക്ക്. പൊന്നു ദൈവമേ, ഈ മുറിയിൽ ഒരു ബൾബ് ഇടാൻ പറഞ്ഞിട്ട് ഇതുവരെ ക്ലീറ്റോന് പറ്റിയിട്ടില്ലല്ലോ അല്ലേ? ഇരുട്ട് കുത്തി കിടക്കണം. ഒരു സാധനം നോക്കി എടുക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും വിളിക്കണം. അത് പകല് നോക്കിയെടുക്കണം. ബൾബ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ഗുണമുണ്ടെന്ന് അറിയാമോ? എത്ര രൂപ ലാഭമാണെന്ന് അറിയാമോ? ബൾബ് ഉണ്ടെങ്കിൽ അതും കത്തിച്ചിട്ടിട്ട് അങ്ങ് നടക്കും തള്ളേ മോളും കൂടെ. കറണ്ട് ഇങ്ങനെ കിടന്നെരിയും, മീറ്റർ ഓടും. അവസാനം മാസം ബില്ല് വരുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു തുകയാണ് വരുന്നത്. ഇപ്പൊ അടുത്ത ബില്ല് വരുമ്പോൾ കാണാം എത്ര രൂപ ലാഭം ഉണ്ടായിന്നുള്ളത്. ഒരു ബൾബിന്റെ കാര്യം ചോദിച്ചതിനാണ് ഈ മാതിരി പ്രസംഗിക്കുന്നത്. ബൾബ് അതായത് പറഞ്ഞില്ലേ, പല തുള്ളി പെരി വെള്ളം എന്ന് പറയും പോലെയാണ്. ഇതുപോലെ ഒരു റൂമിൽ കിടക്കും, അടുത്ത റൂമിൽ കിടക്കും, അവിടെ എവിടെ കിടക്കും. ഇത് എന്തോന്നാടി ഇത് നിനക്കത് എങ്ങനെ കാണുന്നുണ്ട്? 2ആയിട്ടോ 1ആയിട്ടോ കാണുന്നത്? എനിക്ക് 1ആയിട്ടാണ് കാണുന്നത്. 1ആയിട്ടോ? ഓ എന്ത് പറ്റി? ഒന്നുകൂടെ നോക്ക്. ഇത് 1ആയിട്ട്. ഞാൻ എന്റെ കണ്ടത് 2ആയിട്ട് കാണുന്നത് എന്തോ ചെറിയ പ്രശ്നം. അതെ, നടിക്ക് വയസ്സായില്ലേ? മാർക്ക് അങ്ങോട്ട്. എനിക്ക് വയസ്സായി നിന്നോട് ആര് പറഞ്ഞു? പിന്നെ വയസ്സായില്ലേ? പിന്നെ അങ്ങനെ നീ വയസ്സാക്കണ്ട. അറിഞ്ഞാ ഇപ്പൊ 5G ആക്കാൻ പോവാ. അതങ്ങനെ തന്നെ. ക്ലാസ്സിൽ പിള്ളേരുടെ എണ്ണം കൂടുമ്പോ ഡിവിഷൻ കൂടും. ഇപ്പൊ നിങ്ങൾക്ക് എത്ര F വരെ ഉണ്ടോ? F കഴിഞ്ഞ അടുത്ത G. അങ്ങനെ തന്നെ പറഞ്ഞത്. ഡാഡി ഇതെന്തോന്ന് പറയണ? ഞാൻ നെറ്റ് 4G 5G ആക്കാൻ പോണ പറഞ്ഞ. ഇവിടെ ഇപ്പൊ 4G ആയ എന്ത് 5G ആയെന്ന്. സാധാരണക്കാരന്റെ കാര്യം 3G തന്നെ. ഒന്നുമില്ല, നീ ഇങ്ങോട്ട് പഠിക്കും. നീ ഇതെന്തോന്ന് അങ്ങോട്ട് മറ്റേ പെരുകു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും പോലെ ഓടണേ. എന്തോന്നടി ഇതെന്തോന്നത്? എഴുന്നേറ്റേ എഴുന്നേറ്റേ. എന്തുവാ അത് പഠിച്ചോണ്ടിരിക്കല്ലേ? എന്തോന്ന് എഴുന്നേറ്റേ എഴുന്നേറ്റേ. കാര്യം പറയടി. ചുമ്മാ എന്തൊരു കാര്യം വേണ്ട. എന്താണ്? തുണി കാണാനില്ലാന്നേ. അയ്യോ, ഞാൻ ഇതെന്റെ ലുങ്കി. ഇതിപ്പോ നിനക്ക് എന്തിനാ ലുങ്കി എടുക്കാണോ? തമാശ കളിക്കില്ലേ? എന്തോന്നടി? എന്റെ പൊന്നു ദൈവമേ, ഇത് എവിടെ പോയത്? നിന്റെ അമ്മയ്ക്ക് എന്തോ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ അത്? ആരെ? എടി തക്കിളി മോളെ, എടി ആ കറുത്തത് മറ്റേ ജമന്തി മാമി തുണി തയ്ക്കാൻ, മറ്റേ ചുരിദാർ തയ്ക്കാൻ വേണ്ടി തുണി തന്നില്ലേ, ഫോറിൻ തുണി, അത് കാണാനില്ലാന്ന്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഞാൻ എടുത്തില്ല. പറയടി. എടുത്തില്ല. നീ എന്തോ വെട്ടി കളിക്കാൻ വേണ്ടി എടുത്ത്. സത്യം പറഞ്ഞ തക്കിളി മോളെ, അല്ലെങ്കിൽ അമ്മയുടെ നല്ല വീക്കോളൂ. ഞാൻ എടുത്തില്ല. നീ പിന്നെ എന്താ ചിരിക്കണേ? അത് ചിരി വന്ന ഞാൻ എടുത്തില്ല. ഞാനും ചിരിക്കുന്ന വെറുതെ കേട്ടാ. എടുത്തിട്ടില്ല. അവള് ചിരിക്കണോണ്ട് ചിരിക്കാണ്. നിങ്ങൾ തമാശ കളിക്കും.
ജമന്തിയുടെ ചുരിദാറാ? ആ അവളുടെ കുഞ്ഞമ്മ ഗൾഫിൽ നിന്ന് വന്നപ്പോഴത്തേന് മറ്റേ ഫോറിൻ തുണി കൊടുത്തതാ ചേട്ടൻ. നിനക്ക് തലയ്ക്കല്ലോ കുഴപ്പമില്ല. ഈ ജമന്തിയുടെ തുണിയൊക്കെ നീ പഞ്ച് തയ്ക്കായങ്ങൾ എന്തിനാണ്? അവള് വേറെ തയ്യക്കടയിൽ കൂടെ തയ്ക്കട്ടായിരുന്നല്ലോ. ഞാൻ തയ്യക്കാരില്ലേ, ഞാൻ തയ്ച്ചാൽ എന്താ ആ കുഴപ്പം? നീ തയ്ച്ച അവസാനം ശരിയാവില്ല. കുറെ കുറ്റവും പറയും കുറവും പറയും, അവസാനം കാശും തരൂല. ഇത് എവിടെ പോയിന്ന് പറഞ്ഞ ഞാൻ ഇനി അവളോട് എന്ത് പറയും? ഓ ഗൾഫ് തുണി. ഇത് ഇവിടെയാണല്ലോ നീ ഗൾഫൊന്നും ആയിരിക്കില്ല. ഇത് ഇപ്പൊ ഗൾഫുകാരൊക്കെ ഭീമോളി ഇറങ്ങിയിട്ട് അവിടെ തുണി മാറ്റി സ്പ്രേ അടിച്ച് കൊണ്ടുവരണം. എന്റെ ദൈവം. അവിടെ എവിടെയും കാണും, നോക്കടി അങ്ങോട്ട്. ഇവിടെ ഒന്നും ഇല്ല ക്ലീറ്റോ. പിന്നെ അത് പറന്നു പോയ ക്ലീറ്റോ ഇന്നൊരു പെണ്ണുമ്പുള്ളി ഇവിടെ വന്നായിരുന്നു. പെണ്ണും പിള്ളേ? ഏത് പെണ്ണും പിള്ളേ? എന്റെ ദൈവമേ, അവരെങ്ങനെ എടുത്തിട്ട് പോയിട്ടുണ്ടാവോ? ഏത് പെണ്ണും പിള്ളേ? അമ്മാവനെ, അമ്മാവൻ ഈ മറ്റേ പ്രളയത്തില് എന്താണ് തുണിയും വീടൊക്കെ നഷ്ടപ്പെട്ടെന്നും പറഞ്ഞിട്ട് പഴയ തുണിയും ചോദിച്ചിട്ട് ഒരു പെണ്ണ് വന്നു ഇവിടെ. ഓ ഈ അമ്മാവന് എന്തിന്റെ കുഴപ്പമാണ്? ഏതെങ്കിലും ഒരു പെണ്ണ് എന്തേലും കരഞ്ഞു കാണിച്ച ഉടനെ ഇനി വിളിച്ചോണ്ട് വരികയാണ്. ഞാനൊക്കെ എത്ര പ്രാവശ്യം കരഞ്ഞു കാണിച്ച 100 രൂപ ചോദിച്ചാൽ തരൂല്ലോ. അമ്മാവന് വലിയ കുഴപ്പം തന്നെ. അല്ല അവര് പക്ഷെ അകത്തോട്ടൊന്നും കേറിയില്ലല്ലോ. അതിനെ വിളിച്ചോണ്ട് ഇനി വന്ന് എന്തിനാണ് അമ്മാവൻ? പഴയ തുണി കൊടുക്കണ അമ്മാവിന്റെ തുണിയില്ല. അപ്പൊ ഞാൻ എന്റെ നൈറ്റി ഒക്കെ തപ്പാൻ വേണ്ടി അകത്തോട്ട് പോയി. നീ എപ്പോഴും ഈ വാതിലും തുറന്നിട്ടിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുമല്ലോ. ഞാൻ പറയൂലേ ഇവിടുന്ന് എന്തെങ്കിലും കാണാതെ പോകുന്നു. വേറെ സ്വർണ്ണ പണം വല്ലതും പോയാ? ആ 10 പവൻ പോയിട്ടുണ്ട് അതിന്റെ കൂടെ. പോകലിട്ട് അവിടുന്ന് ഞാൻ തുണി ചോദിക്കുമ്പോ സ്വർണ്ണം അതാണ് അതൊക്കെ വാങ്ങിച്ചു വെക്കാത്ത നന്നായി. അവരെടുക്കും. അവര് പാവത്തിനെ പോലെ ഇരുന്ന് വെച്ചത്. പിന്നെ അവർക്ക് എടുത്ത് അവരുടെ കയ്യിൽ ഇരിക്കില്ലല്ലോ. അത് വാങ്ങി പോട്ടെ, മേടിച്ചു കൊടുക്കും വേറെ. എന്റെ ദൈവമേ, ഞാൻ തുണിക്ക് എവിടെ പോകും? നല്ല സൂപ്പർ തുണിയായിരുന്നു അത്. ആ അതൊന്നുമല്ല, അതൊക്കെ ഇവിടെ ലോക്കൽ ഇവിടെ ചാല മാർക്കറ്റിലേക്ക് കിട്ടുന്ന സാധനമായിരിക്കും. നീ ഇപ്പൊ ഗൾഫിൽ നിന്നൊന്നും പറഞ്ഞു നീ അങ്ങനെയൊന്നും പേടിക്കണ്ട. ഒരു സാധനങ്ങൾ വാങ്ങിച്ചു വെച്ച് ഉത്തരവാദിത്തമായിട്ട് സൂക്ഷിക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ ഏക്കരുത്. നിന്റെ അമ്മാവിനടുത്ത് പറ മേടിച്ചു തരാൻ. അമ്മാവ സമ്മതിക്കൂ? ഇനി അവരെവിടെയെങ്കിലും പോയി നോക്കിയാൽ കാണാൻ പറ്റുമോ? ആ പിന്നെ അവരിപ്പോൾ അവിടെ കാണും. നീ അടുത്ത് ഇവിടെ നിന്ന് പിന്നെ ഇപ്പോൾ അടുത്ത് എനിക്ക് വേണം മിക്കവാറും നമ്മുടെ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ കാണും അവർ. ഇതൊക്കെ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ഇനി അവിടെ പറഞ്ഞില്ലേ പോയി അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ പോയി അന്വേഷിക്കും. എനിക്ക് പേടിയാവുന്ന ജമന്തി എന്നെ എന്തെങ്കിലും പറയും. ആ അതൊക്കെ നിങ്ങൾ നാത്തോണ്ട് തമ്മിൽ അയക്കോ. അല്ലെ നിന്റെ ആങ്ങളയുടെ ഭാര്യയല്ലേ, ആങ്ങളെ വിളിച്ച് പറ.